നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 3-ലും 4-ലുമായി രാശി മാറുന്ന സാഹചര്യത്തിലാണ്. ശനി 12-ലും രാഹു 11-ലും സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു പുതുവർഷമായിരിക്കും. 7 ശനിക്കാലമാണ്. തൊഴിൽ രംഗത്ത് നിലവിലെ സ്ഥിതി അതുപോലെ തുടരാനോ അല്പം മോശമാകാനോ ഉള്ള സാധ്യതയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയേണ്ടത്. വലിയ പരിവർത്തനങ്ങൾക്ക് സാധ്യത കുറവാണ്. മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോഴൊക്കെ അതൊക്കെ ദുസ്സാഹസമായി ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും 11-ൽ രാഹു സഞ്ചരിക്കാൽ ധനകാര്യങ്ങളിൽ ഉന്നതി ഭവിക്കുന്നതുമാണ്. കുമാർഗത്തിലൂടെയും പണവരവ് ഉണ്ടാകുന്നതാണ്. ഭോഗസുഖം ഉണ്ടാകുന്നതാണ്. മൂല്യങ്ങളിൽ വിശ്വാസം കുറയുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. ജോലി ലഭിച്ചാൽ തന്നെ അത് ദൂരസ്ഥലത്താകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അല്ല എങ്കിൽ അർഹതയ്ക്കനുസരിച്ച് ഉള്ളതിൽ കുറവ് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അന്യദേശത്ത് കഴിയാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പ്രൈവറ്റ് ജോലിയിൽ അധികാരവും പദവിയും കിട്ടുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. കടബാധ്യതയൊക്കെ പരിഹരിക്കാൻ കിണഞ്ഞു ശ്രമിക്കേണ്ടതായി വന്നേക്കാം. ഭരണി നക്ഷത്രക്കാർ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തേണ്ടതാണ്. ഏതൊക്കെ ദശാകാലങ്ങളിലുള്ള ഭരണി നക്ഷത്രക്കാർക്കാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം എന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ഏകദേശം 10 വയസ്സ് വരെ ശുക്രദശ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടാം. അങ്ങനെ വരുമ്പോൾ സൂര്യദശ 16 വയസ്സ് വരെയും, ചന്ദ്രദശ 26 വയസ്സ് വരെയും, ചൊവ്വാദശ 33 വയസ്സ് വരെയും, രാഹുർദശ 51 വയസ്സ് വരെയും, വ്യാഴദശ 67 വയസ്സ് വരെയുമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങൾ ഇപ്പോൾ ഉള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മറ്റ് ദശാകാലങ്ങൾ അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ദോഷഫലങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വഴിപാടുകൾ ചെയ്യുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അനുകൂല വിവാഹങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. വർഷത്തിന്റെ പകുതിക്ക് ശേഷം മംഗള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വർഷത്തിന്റെ പകുതിക്ക് ശേഷമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായി കൂടുതൽ അനുകൂലമായ സമയം. എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ